ഓർമ്മകളെ തൊട്ടുണർത്തുന്ന നിമിഷങ്ങൾ സിനിമയിലും നാടകത്തിലുമൊക്കെ നമ്മൾ ഇത് ഒരുപാട് കാണുന്നതാണ്. എന്നാൽ ഇത് വരയുടെ ലോകത്താണെങ്കിൽ എന്നും മങ്ങാത്ത ഒരു അനുഭവമായിരിക്കും അത്. അത്തരം കാഴ്ചകളിലേക്കും വിശേഷങ്ങളിലേക്കും കടക്കുകയാണ്. സ്വാഗതം കലൈഡോസ്കോപ്പിലേക്ക്. ചുവർ ചിത്രങ്ങൾ, 1000-വും 10,000-വും വർഷം പഴക്കം പറയുന്ന കഥകൾ. പൊടിപിടിച്ചും നിറം മങ്ങിയും ശോഭ മങ്ങുന്ന ഈ ചിത്രങ്ങളെ പുനരാവിഷ്കരിച്ചാൽ അത് നേരത്തെ പറഞ്ഞതുപോലെ ഓർമ്മകളെ തൊട്ടുണർത്തുന്ന നിമിഷങ്ങളാകും. എറണാകുളം കാലടി സ്വദേശി സാജൻ തുരുത്തിൽ ഇത്തരം ചിത്രങ്ങളെ പുനഃസൃഷ്ടിക്കുകയാണ്. അത് ചുമരിൽ മാത്രമല്ല, കാണുന്ന എല്ലാ പ്രതലങ്ങളിലും. പഴയ കല എന്ന മുൻവിധി വേണ്ട. കാലത്തിനൊപ്പം പുതുമയോടെ കൺമുമ്പിൽ തെളിയുന്ന ഈ ചുമർ ചിത്രങ്ങൾ ആ ധാരണയെ മാറ്റിയെഴുതുകയാണ്. ഇത്തരം പുതുമയുള്ള ചിത്രങ്ങൾ കൺമുമ്പിൽ തെളിയുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് പുതിയൊരു അനുഭവം. അത്തരമൊരു അനുഭവമാണ് ചുമർ ചിത്രകല പഠിപ്പിക്കുന്ന ഏക സർവകലാശാലയായ കാലടി ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയിലെ അസിസ്റ്റന്റ് പ്രൊഫസർ കൂടിയായ സാജൻ തുരുത്തിൽ എന്ന അധ്യാപകൻ നമുക്ക് മുന്നിൽ വരച്ചു കാട്ടുന്നത്. ചുമരിൽ മാത്രം ഒതുക്കാതെ ചുമർ ചിത്രങ്ങളെ വിപുലമാക്കുകയാണ് സാജു. വ്യത്യസ്ത തരത്തിൽ അവയെ എങ്ങനെയൊക്കെ അവതരിപ്പിക്കാമെന്ന് ഇദ്ദേഹം കാണിച്ചു തരുന്നു. വളരെ ലിമിറ്റഡ് സ്പേസിൽ ഒതുങ്ങി നിരുന്ന, ഒരുപക്ഷെ ഒരിക്കൽ പോലും വരച്ചിടത്തു നിന്ന് അനക്കാൻ പറ്റാതിരുന്ന ഒരു ചിത്രകലയെ നമ്മൾ ചുമരുണ്ടെങ്കിൽ ചിത്രം എഴുതൂ എന്ന് പറയുന്ന ആ കൺസെപ്റ്റ് ചുമരെണ്ണുള്ളടത്ത് മാത്രം ചിത്രം എഴുതാവൂ എന്നായിരുന്നു. അതിൽ നിന്നൊക്കെ മാറ്റി ആളുള്ളിടത്തേക്ക് നമ്മളെ ചിത്രകലയെ എത്തിക്കുന്ന, എക്സിബിറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് മാറ്റിമറിക്കുവാൻ സാധിച്ചു എന്നുള്ളതാണ്. ചുമർ ചിത്രകലയിലെ അധികായനായ മമ്മിയൂർ കുട്ടിനായരുടെ പ്രഥമ ശിഷ്യന്മാരിൽ ഒരാളായ സാജു തുരുത്തിൽ ഈ കലയുടെ തിരിച്ചുവരവിൽ 25 വർഷം പൂർത്തിയാക്കുകയാണ്. 1989 ഗുരുവായൂർ ദേവസ്വം ബോർഡ് ചുമർ ചിത്രകലയുടെ ഒരു കോഴ്സ് തുടങ്ങിയതോടെയാണ് ഈ കലയിൽ സാജു തുടക്കം കുറിക്കുന്നത്. 10 പേർ ഉൾപ്പെട്ട ബാച്ചിലെ ആദ്യ റാങ്കുകാരനായിരുന്ന ഇദ്ദേഹത്തിന്റെ കൈകളിലൂടെ ഏതൊരു കലാശാഖകളെക്കാളും ഏറെ ശ്രദ്ധിക്കപ്പെടുന്ന ഒന്നായി ചുമർ ചിത്രകല മാറുകയാണ്. ഒരു കാലഘട്ടത്ത് ക്ഷേത്രത്തിൻ്റെ അകത്തും അതുപോലെ പള്ളിയുടെയും അതുപോലെ കൊട്ടാരങ്ങളുടെയും ഉള്ളിൽ മാത്രമുണ്ടായിരുന്ന, ഒട്ടും തന്നെ ജനകീയമല്ലാതിരുന്ന ഒരു പ്രത്യേക വരേണ്യ വർഗത്തിൻ്റെ മാത്രം കുത്തകയായിരുന്നു ചുമർ ചിത്രകല. 25 വർഷത്തിനുള്ളിൽ അത് ഇത്രമാത്രം ജനകീയമായപ്പോഴാണ് ഒരുപക്ഷെ മറ്റ് കലാശാഖകൾക്കില്ലാത്ത രീതിയിൽ ഒരു വളർച്ച നമ്മൾ തൊട്ടറിയുന്നത്. ചുമർ ചിത്രകലയ്ക്ക് വേണ്ടി സ്വന്തം വീട് തന്നെ സാജു ഒരു ആർട്ട് ഗാലറിയാക്കി. 16 വർഷം മുമ്പാണ് കാലടിയിൽ ഈ റെസിഡൻഷ്യൽ ആർട്ട് ഗാലറി ആരംഭിച്ചത്. കലയെ നെഞ്ചിലേറ്റുന്ന നിരവധി ആസ്വാദകർ ഇവിടെ എത്താറുണ്ട്. ഒപ്പം ചിത്രകലാ ക്യാമ്പുകളും ഇവിടെ നടത്തുന്നു. അറുപത് അടിയോളം വരുന്ന ചിത്രമാണ് സാജു ഇതുവരെ തീർത്തതിൽ ഏറ്റവും വലിയ ചിത്രം.
ലക്ഷങ്ങൾ വിലമതിക്കുന്ന ചിത്രങ്ങൾ സ്വന്തം കൈകളിൽ നിന്നും പിറവിയെടുക്കുമ്പോൾ ഇത് സാധാരണക്കാർക്കിടയിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യം മാത്രമാണ് ഇദ്ദേഹത്തിൻ്റെത്. ഒപ്പം മ്യൂറൽ പെയിന്റിങ്ങിന്റെ തട്ടിപ്പിനെക്കുറിച്ചും ഇദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു. ചുമർ ചിത്രത്തിന്റെ ഈ 5 കളർ ഉപയോഗിച്ച് ചുമർ കേരളീയ ശൈലിയിലെ ഒരു 5 വർണ്ണകൽപ്പനകളിലൂടെ മാത്രം എന്തും വരച്ചാൽ ചുമർ ചിത്രമാവും എന്ന് ധരിക്കരുത്. അതൊരു വലിയൊരു അവസ്ഥയാണ്. ഡ്യൂപ്ലിക്കേഷൻ ഒരുപാട് കൂടിയിരിക്കുന്നൊരവസ്ഥ. അതിനെ തിരിച്ചറിയുമ്പോഴാണ് യഥാർത്ഥമായതും ഇത്തരം ഡ്യൂപ്ലിക്കേഷനുമായിട്ട് അജഗജാന്തരം വ്യത്യാസമുണ്ടെന്ന് നമുക്ക് മനസ്സിലാവുന്നത്. ചുമരിൽ മാത്രമല്ല, ആസ്പെറ്റോ ഷീറ്റ്, മരപ്പലക, ക്യാൻവാസ്, നിത്യോപയോഗ സാധനങ്ങൾ തുടങ്ങിയവയിലും സാജു ചുമർ ചിത്രങ്ങളെ പകർത്തുന്നു. മ്യൂറൽ പെയിന്റിങ്ങിലാണ് ഇദ്ദേഹത്തിന്റെ സൃഷ്ടികളെല്ലാം പിറവിയെടുക്കുന്നത്. ടെക്സ്റ്റൈൽസ് രംഗത്ത് വിസ്മയം തീർത്ത ഛായാമുഖി എന്ന ബ്രൈഡൽ സാരിയും സാജുവിന്റെ സൃഷ്ടിയായിരുന്നു. ലോകസുന്ദരി ഐശ്വര്യ റായ്ക്ക് ചുമർ ചിത്രകല മാത്രം വിഷയമാക്കി സാരി നിർമ്മിച്ചതിലൂടെ ഈ രീതിയെ തികച്ചും വ്യത്യസ്തമാക്കുകയായിരുന്നു ഇദ്ദേഹം. ഒട്ടും തന്നെ ജനകീയമല്ലാതിരുന്നൊരു സാധനത്തെ ഡെയിലി നമ്മൾ കാണുന്ന രീതിയിലേക്ക് മാറ്റുക എന്നുള്ളത്. അതിൻ്റെ ഭാഗമായിട്ട് സാരിയിലേക്ക് ഞാൻ ചിത്രകലയെ ആവാഹിച്ചു. ഛായാമുഖി എന്ന് പറയുന്നൊരു സാരി ഇറക്കി. അത് വൻ വിജയമായിരുന്നു. അതിനുശേഷം ഞാനിപ്പോൾ മദ്രാസിൽ നിന്ന് ജുലഹ എന്ന് പറയുന്നൊരു കമ്പനിയുമായിട്ട് സഹകരിച്ചുകൊണ്ട് നിരവധി സിംഗിൾ സാരികൾ, ഒരു സാരി ഒരെണ്ണം ഉണ്ടാവുകയുള്ളൂ, ആ രീതിയിലേക്ക് മ്യൂറൽ പെയിന്റിങ്ങിനെ പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ചെയ്തു. പ്രശസ്തമായ പല ക്ഷേത്രങ്ങളിലും സാജു തന്റെ കലാവിരുത് പ്രകടമാക്കിയിട്ടുണ്ട്. ഏതാണ്ട് 14ഓളം ക്ഷേത്രങ്ങളിൽ ചുവർ ചിത്രങ്ങൾ വരച്ച സാജു ഇത് സംരക്ഷിക്കുവാനും ശ്രമിക്കുകയാണ്. ശ്രീ പത്മനാഭപുരം ക്ഷേത്രം, പാഴൂർ ക്ഷേത്രം, ആലപ്പുഴ തുറവൂർ മഹാക്ഷേത്രം, തമിഴ്നാട്ടിലെ ശ്രീഹല്ലി പുത്തൂർ ക്ഷേത്രം, ഏറ്റുമാനൂർ ക്ഷേത്രം, ആന്ധ്രയിലെ നെല്ലിക്ഷേത്രം തുടങ്ങിയവ ഇതിൽ പ്രശസ്തമാണ്. ക്ഷേത്രങ്ങളിൽ മാത്രമല്ല, കാഞ്ഞൂർ പള്ളി, ഇരിങ്ങോർ പള്ളി തുടങ്ങിയ പള്ളികളിലെയും ചുമർചിത്ര നിർമ്മാണ പ്രവർത്തനങ്ങൾ സാജു ഏറ്റെടുത്തിട്ടുണ്ട്. ക്ഷേത്രങ്ങളിലെ ചിത്രങ്ങൾ ചെയ്യുമ്പോൾ നാച്ചുറൽ പഴയ ചിത്രങ്ങളിലേക്ക്, പഴയ ശൈലിയിലേക്ക്, കാരണം അതൊരു ഡ്യൂറബിലിറ്റിയുടെ പ്രശ്നം കൂടിയുണ്ട്. 200-400 വർഷം പഴക്കമുള്ള കേരളത്തിലെ ചുമർ ചിത്രകലയെ നമ്മൾ തൊട്ടറിഞ്ഞൊരു സത്യമാണ്. അതുകൊണ്ട് തന്നെ ആ വാൾ പ്രിപ്പറേഷനിൽ ഇനിയൊരു മാറ്റം നമ്മൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നില്ല. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പെട്ടെന്ന് എത്തിക്കുന്നതിനുള്ള സംവിധാനങ്ങളിൽ അക്രിലിക് ഉപയോഗിക്കുന്നുണ്ട്, ഓയിൽ പെയിന്റ് ഉപയോഗിക്കുന്നുണ്ട്, അതുപോലെ തന്നെ വാട്ടർ കളർ അപ്ലൈ ചെയ്യാറുണ്ട്. അത് മീഡിയങ്ങളിലേക്ക്. 1992 ലളിതകലാ അക്കാദമിയുടെ ചുമർചിത്ര വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പ് ഇദ്ദേഹം കരസ്ഥമാക്കി. കൂടാതെ സംസ്ഥാന ലളിതകലാ അക്കാദമിയുടെ സ്റ്റേറ്റ് അവാർഡ് അടക്കം നിരവധി പുരസ്കാരങ്ങളും ഈ ചിത്രകാരനെ തേടിയെത്തിയിട്ടുണ്ട്. ഒരു കലാശാഖയെ കൂട്ടുപിടിച്ചുകൊണ്ട് ജീവിതത്തിന്റെ പ്രശ്നങ്ങളിൽ, അല്ലെങ്കിൽ നമ്മൾ നേർക്കാഴ്ചയായിട്ട് കാണുന്ന പല കാഴ്ചപ്പാടുകളിലേക്കും ഈ ചുമർചിത്രകലയെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളൊരു ജീവിത അന്വേഷണമായിരുന്നു 25 വർഷം. ജയലളിത, വിശേഷണങ്ങൾ ഒന്നും വേണ്ട ഈ താരത്തെ, ഈ നേതാവിനെ തിരിച്ചറിയാൻ. എന്നാൽ അവർ നടന്നു നീങ്ങിയ വഴികളെക്കുറിച്ച് ഓർമ്മിപ്പിച്ചുകൊണ്ടെങ്കിൽ അത് സ്വാഭാവികം മാത്രം. അതെല്ലാം ഈ ചിത്രങ്ങൾ മാറ്റിത്തരും. ജയലളിതയുടെ